പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരും കയറിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും. ഒരു മർത്തകരും ഇനി അവരെ കീഴടക്കിയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. ഈ നല്ല പ്രഭാതത്തിൽ ഈ തിരുവചനത്തിൻ്റെ സംരക്ഷണവും അഭിഷേകവും ലഭിക്കാൻ പരിശുദ്ധ ദേവമാതാവിനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമേ, ഞാനങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മാതപ്പെടുത്തുന്നു. പിതാവേ നന്ദി പറയുന്നു, യേശു നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ ഞാനങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മാതപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 10-ാം തിരുവാക്യം. തൻ്റെ പരിശുദ്ധ കരം എല്ലാ ജനതകളുടെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഭൂമിയുടെ എല്ലാ അതിർത്തികളും തൻ്റെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ ദൈവം തൻ്റെ പരിശുദ്ധ കരം എല്ലാ ജനതകളുടെ മുമ്പിലും ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അവിടെ നമ്മളെ അനുഗ്രഹിക്കും, അവിടെ നമ്മളെ താങ്ങി നിർത്തും. ഒരന്ധകാര ശക്തികളും നമ്മളെ ആക്രമിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ പരിശുദ്ധ കരം നമ്മുടെ മുമ്പിലുണ്ട്. ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണം, ആ ദൈവത്തിൽ നമ്മൾ ശരണപ്പെടണം. അവിടെ നമ്മളെ രക്ഷിക്കും. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു നാമമല്ലാതെ. ആ യേശു മാത്രമേ രക്ഷകനുള്ളൂ. ആ രക്ഷകനായ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ചോദിക്കാം. അവിടെ നമ്മളെ സംരക്ഷിക്കും, അവിടെ നമ്മളെ ശക്തിപ്പെടുത്തും, അവിടെ നമ്മളെ സൗഖ്യപ്പെടുത്തും. ഒരിക്കലും നമ്മളെ ശിക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അവിടുത്തോട് പാപമോചനത്തിനായി പ്രാർത്ഥിക്കണം, കരുണയ്ക്ക് വേണ്ടി യാചിക്കണം. അവിടുന്ന് നമ്മളെ സംരക്ഷിക്കും, അവിടുന്ന് നമുക്ക് നിത്യജീവൻ നൽകും. ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും. ആ രക്ഷകനായ ദൈവത്തിൽ ആശ്രയിക്കണം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ ആ ദൈവത്തെ ആരാധിക്കണം, ആ ദൈവത്തെ സ്നേഹിക്കണം. അവിടെ നമുക്ക് നൽകിയ വചനങ്ങൾ, അവിടുത്തെ വാക്കുകൾ, അത് കേട്ടുകൊണ്ട് അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷ നമുക്ക് കാണാൻ സാധിക്കും. ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മാതപ്പെടുത്തുന്ന കർത്താവെ കരുണയായിരിക്കണമേ. ഈശോയെ, അങ്ങ് അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങ് ഇപ്പോൾ തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ ആണിപ്പാടുള്ള കരങ്ങൾ ഞങ്ങളുടെ മേൽ നീട്ടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല ബന്ധനങ്ങളും കെട്ടുകളും യേശുനാമത്തിൽ അഴിയട്ടെ. ശിയാറ പറ 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഗ്നിയായ അഭിഷേകമായി സൗഖ്യമായി വിടുതലായി ഇപ്പോൾ ഞങ്ങളിലേക്ക് വന്ന് നിറയണമേ. ശിയാറ പറ 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ.